കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും ഏതാ ഷോപ്പ് എന്നുള്ള കാര്യം. ഞാൻ നേരത്തെ വണ്ടികളൊക്കെ കാണിച്ചപ്പോൾ ഈ ഒരു സാധനം കാണിക്കാൻ മറന്നുപോയി കേട്ടോ. സാധനം കണ്ടോ, ഇതാണ് എനിക്കിവിടെ വന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം. വാട്സാപ്പിലും ഗൈസ് ഇസ് മീ ജസീൽ, വെൽക്കം ബാക്ക് മൈ ന്യൂ വീഡിയോ. ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ എന്താ പറയുന്നത്, നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന്. ഈ വണ്ടിപ്രാന്തന്മാരുടെ സ്വർഗം എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്കിപ്പം കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി കാണും ഏതാ സ്ഥലമെന്നൊക്കെ. കണ്ടില്ലേ, ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ കണ്ടോ, വേഴ്സസ് ഇരിപ്പുണ്ട്, 2 വേഴ്സസ് ഇരിപ്പുണ്ട്. വേഴ്സസ് 650 ഉണ്ട്, ഒരു ബ്ലാക്ക് ഒരു ഗ്രീന്, 2 വേഴ്സസ് ഉണ്ട്. പിന്നെ ആണെങ്കിൽ വേണ്ട ഒരു GS ഇരിപ്പുണ്ട്, 2 ADV 390 ഉണ്ട്. വേണ്ടേ അവിടെ ആണെങ്കിൽ ഒരു C800 ഇരിപ്പുണ്ട്. ഇതിപ്പം സെയിലായ വണ്ടിയത്. ഇപ്പം അതിൻ്റെ ഓണർ ഇവിടെ ഇരിപ്പുണ്ട്. വേണ്ട ഇവിടെ ഒരു MG-01 ഇരിപ്പുണ്ട്. വേണ്ട സൗണ്ട് കേട്ടോ, എക്സോസ്റ്റ് എനിക്ക് സൗണ്ട് കൊണ്ടൊന്നും കേൾക്കാൻ പറ്റത്തില്ല ഞാൻ പറയുന്നത്. ഞാൻ ഒന്ന് റവ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഇത് റബ്ബ് ചെയ്യുന്ന ടൈമിലുണ്ടല്ലോ തെറിച്ച് പോകുന്നു. സ്വഭാവം കൊള്ളാം കേട്ടോ. ഹാർലി ഇരിപ്പുണ്ട്, ഇവിടെ 250 ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ G310 ഇരിപ്പുണ്ട്, 2 G310 ഉണ്ട്. ഇത് പുതിയ മോഡലാണ്, ഇത് പഴയത് നേരത്തെ ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഇത് BS6 മോഡലായിരിക്കുന്നത്, മറ്റേ LED ഹെഡ്ലൈറ്റ്സ് ഒക്കെ വരുന്ന ആ മോഡല്. ഇതാണെങ്കിൽ അതിന് മുമ്പ് ഇറങ്ങിക്കൊണ്ടിരുന്ന ഹാലജൻ ആയിട്ടുള്ള. ഇതിൻ്റെ റേറ്റ് ഏകദേശം വരുന്നത്, ഇത് ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത്, റേറ്റ് കൊടുത്തിട്ടില്ല, ഉണ്ട് 2,55,000. ഇതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഈ 310 റേറ്റ് വരുന്നത് 290. ഇത് മറ്റേ പുതിയ മോഡൽ BS6 മോഡലാണ് വരുന്നത്, നമ്മുടെ ഇന്ത്യ മാനുഫാക്ചർ ചെയ്യുന്നത്. ഇതാണെങ്കിൽ കംപ്ലീറ്റ് പുറത്തുനിന്ന് വരുന്ന വണ്ടിയത്. ഇതേണ്ട ഗൈസ്, ഇവിടെ ഒരു GS ഇരിപ്പുണ്ട്, 310 GS ഇരിപ്പുണ്ട്. ഓ ഗൈസ്, ലുക്ക് കണ്ടില്ലയോ, ലുക്ക് തന്നെ വേറെ ലെവൽ കേട്ടോ, വേറെ ലെവൽ ലുക്ക്. ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. വേണ്ട ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 365 വരുന്നത്. ഇത് സെക്കൻഡ് ഓണറാണ് വണ്ടി. ഇതേണ്ട ഗൈസ്, ഈ GSൻ്റെ റേറ്റ് നമുക്ക് നോക്കാം. ഇത് 2021 മോഡൽ, 9,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ വണ്ടി, ഫുള്ളി ലോഡഡ്, 365 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതേ കണ്ടില്ലേ, നീറ്റ് കണ്ടീഷൻ വണ്ടി. നീറ്റ് എന്ന് വെച്ചാൽ നീറ്റ്, ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല. ഇത് ഇപ്പുറത്തോട്ട് വരുന്ന ടൈം നമ്മുടെ അഡ്വഞ്ചർ 390 ഇരിപ്പുണ്ട്. ഇത് 2020 മോഡലാണെന്നാണ് തോന്നുന്നത്. യെസ്, 2020 മോഡല്. ഇത് ഏകദേശം 29,250 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഇത് 320 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല നീറ്റ് കണ്ടീഷനാണ് കേട്ടോ, നീറ്റായിട്ടുള്ള വണ്ടി. ഇത് അടുത്തൊരു അഡ്വഞ്ചർ 390 ഇരിപ്പുണ്ട്. ഇത് 2021 മോഡല്. ഇത് 37,700 ഓടിയിട്ടുണ്ട്, ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഇത് 325 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് നീറ്റ് കണ്ടീഷൻ. എനിക്ക് ഈ ഓറഞ്ചാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്, കിടില്ല കേട്ടോ, ഓറഞ്ച് നൈസായിട്ടുണ്ട്. വേണ്ട ഇവിടെ ആണെങ്കിൽ പിന്നെ ഒരു RR 310 ഇരിപ്പുണ്ട്. ഇത് 2018 മോഡലാണ്, 24,000 കിലോമീറ്റർ ഓടിയ ഒരു സെക്കൻഡ് ഓണർ വണ്ടി. വേണ്ട വേറൊരു സാധനം വരുന്നത് നിഞ്ച 1000. ഇതേണ്ട നമ്മൾ കാണിച്ചതേണ്ട വേഴ്സസ് ഉണ്ട് ഇവിടെ. വേഴ്സസിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് 2022 മോഡൽ വേഴ്സസ് കേട്ടോ, ഫസ്റ്റ് ഓണർ വണ്ടി, 6,500 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ, 865 ഇതിൻ്റെ റേറ്റ്. ഇതേ കണ്ടില്ലേ, നീറ്റ് എന്ന് വെച്ചാൽ നീറ്റ് കണ്ടീഷൻ, 2022 മോഡൽ വണ്ടി. ഓ ലുക്ക് കണ്ടില്ലയോ, കിടില്ല കേട്ടോ. ഇതേ അടുത്തൊരു വേഴ്സസ് ഇരിക്കുന്നു. ഇതിൻ്റെ റേറ്റ് കൊടുത്തിട്ടില്ല കേട്ടോ, ഇതിൻ്റെ റേറ്റ് കൊടുത്തിട്ടില്ല. ഇത് ഏത് മോഡലാണെന്ന് അറിയില്ല. ഇത് കണ്ടില്ലേ, ലുക്ക് കണ്ടില്ലേ, ലുക്ക് എന്നൊക്കെ വെച്ചാൽ മാരക ലുക്ക്. ഇതേണ്ട അടുത്ത് ഇരിക്കുന്നതെന്ന് വെച്ചാൽ 650 ആയിരിക്കുന്നത്, GTA 650 ഇരിപ്പുണ്ട്. ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഇതേണ്ട ഇത് 2023 മോഡൽ വണ്ടിയാണ്. 200 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ, ഫസ്റ്റ് ഓണർ വണ്ടി. ഏകദേശം 4 രൂപ. യെസ്, 4 രൂപ തന്നെ. ഇവിടെ ഒരു ഹാർലി ഇരിപ്പുണ്ട്. ഇത് നമ്മുടെ ഹാർലിയുടെ 48 ആയിരിക്കുന്നത്. ഇത്
19-20 മോഡൽ വണ്ടിയാണ്. 7500 കിലോമീറ്റർ മാത്രം ഓടിയ സെക്കൻഡ് ഓണർ വണ്ടി. 965 ഇതിൻ്റെ റേറ്റ് വരുന്നത്. അത്യാവശ്യം നൈസ് കേട്ടോ, ലുക്കൊക്കെ കണ്ടില്ലേ, കിടിലം. നൈസായിട്ടുണ്ട് കേട്ടോ ലുക്കൊക്കെ. ഇതേണ്ട ഗൈസ്, ഇനി അടുത്ത ഇരിക്കുന്ന ട്രയംഫിൻ്റെ ബോബറായിരിക്കുന്നത്. ഇത് 2018-19 വണ്ടിയാണ്. 8700 കിലോമീറ്റർ ഓടിയ ഫസ്റ്റ് ഓണർ വണ്ടി. 865 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഓ കിടിലോ. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഫ്രണ്ടിൽ ഇരിക്കുന്ന വേറൊരു സംഭവമുണ്ട്. ഇത് കണ്ടോ, ഇതാണ് സീൻ സാധനം. നമ്മുടെ മറ്റേ ജോമോജ സുവിശേഷത്തിനകത്ത് ദുൽഖർ വരുന്നൊരു വണ്ടിയില്ലേ, അതാണിത്. മറ്റേ ട്രയംഫിൻ്റെ തണ്ടർബേർഡ്. കിടിലൻ സാധനം കേട്ടോ. സീൻ എന്ന് വെച്ചാൽ സീൻ സാധനം അത്. CH100 ഇതാ ഞാൻ പറഞ്ഞ മറ്റേ സെയിലായെന്ന് പറഞ്ഞ വണ്ടിയില്ലേ, അത് ആ വണ്ടിയത്. വേണ്ട ഗൈസ്, അടുത്ത് ഇവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഹാർലി ഡേവിഡ്സൻ്റെ സ്ട്രീറ്റ് ബോബാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ ഏത് മോഡലാണെന്ന് നോക്കട്ടെ. ഇത് 2012 മോഡൽ വണ്ടിയാണ്. ഇത് 2500 കിലോമീറ്റർ ഓടിയ ഫിഫ്ത്ത് ഓണർ വണ്ടി. ഇത് 550 ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. ഇപ്പോൾ ഒന്ന് പൊട്ടിക്കുമോ? വേണ്ട ഗൈസ്, ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ. ഓ സീൻ കേട്ടോ, സീൻ സൗണ്ട്. ഇത് ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് ചെയ്ത ഇത് കിടിലമായിട്ടുണ്ട്, നീറ്റായിട്ടുള്ള സൗണ്ട്. വേണ്ട ഗൈസ്, ഇവിടെ ഇരിക്കുന്ന സാധനം കണ്ടോ, ഇതാണ് എനിക്കിവിടെ വന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം. ഓ കിടിലോന്ന് വെച്ചാൽ ഈ സാധനം എന്ന് വെച്ചാൽ വേറെ ലെവൽ വണ്ടി കേട്ടോ. ഇത് ഒന്നും പറയാനില്ല. വീറ്റിൻ സീനെന്ന് വെച്ചാൽ സീൻ. MGയുടെ 01 സീൻ വണ്ടി കേട്ടോ. ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 7000 കിലോമീറ്റർ മാത്രം ഓടിയ 2010 മോഡൽ വണ്ടി. 775 ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. ഇത് സീനാണ് കേട്ടോ, ഒന്നും പറയാനില്ല. എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ബൈക്കുകളിൽ ഒന്നായിട്ടുള്ള ഒരു വണ്ടിയത്. ഇതിൻ്റെ ടയർ സൈസ് ഉണ്ടോ? ഓ ടയർ തന്നെ വേറെ ലെവല്. എനിക്ക് തോന്നുന്നു വൈഡ് ഇട്ട് കഴിഞ്ഞാൽ സൈസ് അത്രയ്ക്ക് മനസ്സിലാകത്തില്ല. അതെ ഇത് കണ്ടില്ല, ഇത് ഡയവലിനെക്കാട്ടി വലുതാണെന്നോ അതോ ഡയവലിൻ്റെ അത്രയാണെന്നോ എന്ന് എനിക്ക് അറിയത്തില്ല, കറക്റ്റ് അറിയത്തില്ല. എനിക്ക് കണ്ടിട്ട് ഡയവലിൻ്റെ അത്ര ഉണ്ടെന്ന് തോന്നുന്നത്. ചിലപ്പോൾ അതിനെക്കാട്ടി വലുതാവാനും സാധ്യതയുണ്ട്. വേണ്ട ഗൈസ്, വേറൊരു അഡ്വഞ്ചർ ഇരിപ്പുണ്ട്. ബെൻലി TRK ഇരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് TRK 502X. ഇത് അഡ്വഞ്ചർ കേട്ടോ, X മോഡലാണ്. ഇത് 2012 മോഡൽ വണ്ടിയാണ്. ഇത് 10000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ വണ്ടി. ഇത് 675 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് ഫുള്ളി ലോഡഡാണ് കേട്ടോ. ഇത് ടോപ്പ് ബോക്സ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടോപ്പ് ബോക്സ് കേട്ടോ, കിടിലൻ ടോപ്പ് ബോക്സ്. അടുത്ത് ഇവിടെ ഒരു ഹാർലി ഇരിപ്പുണ്ട്. ഇത് അയൺ 883 ഇത് 2020 മോഡൽ 17,000 കിലോമീറ്റർ ഓടിയ ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 725 ഇതിൻ്റെ റേറ്റ്. വേണ്ട ഐസ്, അടുത്ത ഒരു 883 തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. അത് രണ്ടും സെയിം ഇത് തന്നെയാണ്. അതൊരു ഗ്ലോസി പെയിൻറ്റ് സ്കീമാണ്. ഇത് ഒരു മാറ്റായിട്ടുള്ള ഇതാണ്. വേണ്ട ഇത് 2014 മോഡൽ. ഇത് 22,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർ വണ്ടി. 550 ഇതിൻ്റെ റേറ്റ്. അടുത്ത ഇവിടെ ഹാർലി ഇരിപ്പുണ്ട്. അത് ഫുൾ അങ്ങോട്ട് ഹാർലിയാണ്. ഇത് റോഡ്സ്റ്റർ 2018 മോഡൽ. ഇത് 760 ഇതിൻ്റെ റേറ്റ് വരുന്നത്. വേണ്ട ഇത് സ്ട്രീറ്റ് റോഡ് ഇരിപ്പുണ്ട്. ഇത് 2017 മോഡൽ. ഇത് ഏകദേശം 5 വരുന്നുണ്ട്. അവിടെ സ്ട്രീറ്റ് റോഡ് ഇരിപ്പുണ്ട്. വേണ്ട ഇവിടെ സ്ട്രീറ്റ് 750 ഇരിപ്പുണ്ട്. 2018 മോഡൽ. 435 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇവിടെ ഇരിപ്പുണ്ട് സെയിം സാധനം തന്നെ. ഇത് 3 വരുന്നുണ്ട്. ഇത് 2014 മോഡൽ വണ്ടിയാണ്. ഇത് കൊള്ളാം കേട്ടോ. ഇത് അത്യാവശ്യം നല്ല പെയിൻറ്റ് സ്കീമും ഒക്കെ ആയിട്ടുണ്ട്, നൈസാണ്. നമുക്കൊന്ന് ഇതിനകത്ത് ഇരുന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്നറിയാം. വേണ്ട നമ്മുടെ ഈ മോട്ടോർ സൈക്കിൾ ഷോപ്പില്ലേ, എക്സ്പെഡീഷൻ മോട്ടോർ സൈക്കിൾ, അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ആണെങ്കിൽ ഇവിടെ ഒരു കഫേ ഉണ്ട്. നമ്മുടെ റൈഡേഴ്സിനൊക്കെ ആണെങ്കിൽ ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസാണ് ഇത്. കിടിലായിട്ടുണ്ട് കേട്ടോ.
നല്ലൊരു വൈബുള്ള സ്ഥലം കേട്ടോ. ഇതേ ഇവിടെ ഉപ്പിലിട്ടൊക്കെ വെച്ചപ്പോണ്ട് നൈസായിട്ടുണ്ട്. കിടിലം ഒരു സ്പോട്ടാണ്. ഇതേ നിങ്ങൾക്ക് വേറൊരു സാധനം ഞാൻ കാണിച്ചു തരാം. അത് കാണിക്കാതെ ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല. വേണ്ട ഗൈസ്, AJS മോട്ടോർ സൈക്കിള് ഇത് കണ്ടില്ലേ? ഇത് ഇമ്പോർട്ട് ചെയ്തതാണ്. ഇത് ഇമ്പോർട്ട് ഫ്രം ഇംഗ്ലണ്ട്. ഓഹ്, ഇത് 6 രൂപ കേട്ടോ. ഇത് 1956 മോഡൽ സാധനമാണ്. ഓഹ്, സീൻ കേട്ടോ. പഴയ എന്താ പറയുന്നത്, ക്ലാസിക് മോട്ടോർ സൈക്കിളൊക്കെ, ക്ലാസിക് റെട്രോ മോട്ടോർ സൈക്കിളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സാധനം വേറെ ലെവലായിരിക്കും കേട്ടോ. ഓഹ്, റയർ സാധനം ഇത്. ഇപ്പം കിട്ടാനൊന്നുമില്ല. റയർ എന്ന് വെച്ചാൽ റയർ സാധനം ഇത്. ഇതിൻ്റെ ആണെങ്കിൽ മീറ്ററൊക്കെ കണ്ടില്ലേ? ഇങ്ങനെ താഴോട്ടാണ് വരുന്നത്. താഴേന്ന് ഇങ്ങനെ മുകളിലോട്ടാണ് വരുന്നത്. കറങ്ങി ഇങ്ങനെ നമ്മളിപ്പോഴത്തേക്ക് ജാവയിലൊക്കെ കാണത്തില്ലേ, അതേ കണക്കാണ് ഇതിൻ്റെ വരുന്നത്. ഫസ്റ്റ് ഇതിലാണ് വന്നത്, അതിനുശേഷം ഇപ്പോഴത്തെ ജാവയിലൊക്കെ വന്നത്. ഞാൻ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഏകദേശം 6 രൂപ വരുന്നത്. ഒരു കിടിലൻ സാധനം ഇരിപ്പുണ്ട് കേട്ടോ. ഇതേ അതിൻ്റെ ഓണറിന് നേട്ടിരിക്കുന്നത്. ഇത് കൊടുക്കാനുള്ള വണ്ടിയൊന്നും അല്ല കേട്ടോ. ഇതാണെങ്കിൽ ജസ്റ്റ് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഇവിടെ കയറ്റി വെച്ചാൽ. ഇതിപ്പോൾ എന്തേ നമ്മൾ നേരത്തെ ഒരു CH100 കാണിച്ചില്ല, ഇന്ന് ഡെലിവറി എടുത്തേ, അതിൻ്റെ കൂട്ടത്തിൽ വന്നതാണ്. അപ്പോൾ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ കൊണ്ടുവച്ചെന്നേ ഉള്ളൂ. ജസ്റ്റ് ഇത് ഞാൻ എക്സോസ്റ്റ് നോട്ട് കേൾപ്പിച്ചു തരാം. ഇതുണ്ട് സ്റ്റോക്ക് അതിനകത്ത്. വേറെ ലെവല് കേട്ടോ. സ്റ്റോക്കായിട്ട് തന്നെ ഇതിൻ്റെ സൗണ്ട് കേട്ടോ. അപ്പോൾ ഈ ആഫ്റ്റർ മാർക്കറ്റ് ഇത് വെച്ച് കഴിഞ്ഞുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഉണ്ടില്ലേ? ഓ, അത് വെച്ച് കഴിഞ്ഞാൽ കിടിലായിരിക്കും കേട്ടോ. നമ്മുടെ MD മാമന്മാർ കാരണം നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ വീട്ടിൽ വെക്കാനേ നമുക്ക് പറ്റുന്നുള്ളു. ഗൈസ് വേറെ ലെവല് കേട്ടോ. ഇതിൻ്റെ ടാങ്കിൻ്റെയൊക്കെ വലിപ്പം കണ്ടില്ലോ, സൈഡ് ഫെയറിംഗ് ഒക്കെ കണ്ടില്ലോ. ഓ, സീൻ സൈസ് കേട്ടോ. SX വന്നത്. ബൾക്കി അല്ല, ഒരു ഒതുങ്ങിയിരിക്കുക. എയർവെൻസ് ഉണ്ട്. ഇത് അത്യാവശ്യം ഒരു ഹീറ്റ് നമുക്ക് ചെറുതായിട്ട് തോന്നുന്നുണ്ട്. ഹീറ്റ് ഉണ്ടല്ലേ? ഓ, റോ മോഡല്. മറ്റേന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഒരു റിഫൈൻഡ് ആയിട്ടുള്ള കംഫർട്ടായിട്ട് ടൂർ ചെയ്യാൻ പറ്റുന്ന വണ്ടിയല്ലേ? ഡ്യുവൽ എക്സോസ്റ്റ് അല്ലേ? മറ്റേ സിംഗിൾ ആയില്ലേ വരുന്നത്? ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഏത് മോഡല് ബ്രോ? 2018. നൈസ് നൈസ്. ഡ്യുവൽ ഡിസ്കും സംഭവങ്ങളെല്ലാം കണ്ടില്ലേ? ഇതേ പ്രൊജക്ടർ ടൈപ്പ് LED ഹെഡ് ലാംപ്സ്. കിടിലം കേട്ടോ. വണ്ടി ഒരു രക്ഷയില്ല. ജസ്റ്റ് നമുക്കൊന്ന് ഇരുന്ന് നോക്കാം. ഇത് കണ്ടില്ലേ? സീറ്റ് ആയിട്ടും വലിയ സീനൊന്നും ഇല്ല കേട്ടോ. സീറ്റ് എല്ലാവർക്കും പറ്റുന്ന രീതിയില്ല. സ്പോർട്സ് ടൂർ എല്ലാവർക്കും പറ്റും. ഒരു 236 സംതിങ് വെയിറ്റ് ഉണ്ട്. 236. നേരെ ഓടിക്കുമ്പോൾ അറിയത്തില്ല. വണ്ടി വട്ടത്തിലൊക്കെ തിരിക്കുമ്പോൾ പാടായിരിക്കും. ഓക്കെ ഓക്കെ. വെയിറ്റ് നേരെ സെൻട്രിഫ്യൂഗൽ നേരെ താഴോട്ട് കൊടുത്താൽ നമുക്ക് ഭയങ്കര ബാലൻസിങ് ഒക്കെ നല്ല ബാലൻസിങ്. ഓക്കെ ഓക്കെ. അത് പിന്നെ 2 മോഡുണ്ട്. ഇപ്പം ഇപ്പം ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ഇതിപ്പം ലോ മോഡിലാണ് ഇട്ടേക്കുന്നത്. ഇപ്പം ലോ മോഡിലാണ്. ഇത് KTR കാസാക്കി ട്രാക്ഷൻ കൺട്രോൾ വരും. 2.1 ആക്കുമ്പോൾ ട്രാക്ഷൻ കൺട്രോൾ കുറയും. വണ്ടി കുറച്ചുകൂടെ റോ അഗ്രസീവ്. ഇതിപ്പം ഇതിന്റെ ലോ അല്ല, ഫുൾ പവർ ഉണ്ട്. അത് 140 bhp പ്രൊഡ്യൂസ് ചെയ്യും. ഇത് ഇലക്ട്രോണിക് സൈഡ് എന്തൊക്കെയാണ് വരുന്നത്? ഇലക്ട്രോണിക് സൈഡ് വരുന്നത് എന്താന്ന് വെച്ചാൽ അതിപ്പം ബേസിക്കലി ഈ ഒരു മോഡൽ വണ്ടിക്ക് ഇലക്ട്രോണിക് സൈഡ് ട്രാക്ഷൻ കൺട്രോൾ മാത്രമേ വരുന്നുള്ളൂ. ABS ട്രാക്ഷൻ കൺട്രോൾ മാത്രമേ വരുന്നുള്ളൂ. കൺട്രോള് മറ്റേ ക്രൂയിസ് കൺട്രോൾ ഇതൊക്കെ 1000 SX വരുന്നുണ്ട്. കിക്ക് ഷിഫ്റ്റർ ഒക്കെ വരുന്നുണ്ട്. ഇത് അവൈലബിൾ അല്ലല്ലേ? ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ഓൺ ആയിട്ട് നമുക്ക് ചെയ്യാം. അഡ്ജസ്റ്റ് ഓക്കെ. നമുക്ക് കുറച്ച് ടക്കിങ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഓടിക്കുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഗൈസ് ഇതിലെ സീറ്റായിട്ട് കേട്ടോ എനിക്ക് അത്ഭുതമായിട്ട് തോന്നുന്നത്. ഇത്രയും വലിയ വണ്ടി ഇത് കണ്ടില്ലേ? എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 5.5 എൻ്റെ ഹൈറ്റ് വരുന്നത്. എൻ്റെ ഹൈറ്റ് വെച്ചിട്ട് ഈ വണ്ടി ഇത് സിമ്പിളായിട്ട് കാലുകുത്തി നിൽക്കാൻ പറ്റുന്നുണ്ട്. പ്ലാന്റഡ് ഫുഡൊന്നും കിട്ടുന്നില്ല എന്നെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ താഴ്ത്തി തൊടാൻ പറ്റുന്നുണ്ട്.
പിന്നെ ഇമ്മൊബിലൈസർ ഒക്കെ വരുന്നുണ്ട്. ഇത് ഇമ്മൊബിലൈസറിന്റെ ഇമ്മൊബിലൈസർ. ഇതുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു എടുക്കുകയാണെങ്കിൽ ഇവിടെ റെഡ് ലൈറ്റ് എത്തും. ഇത് ഇമ്മൊബിലൈസർ ആണ്. കാര്യം ഇപ്പം നമ്മളിപ്പോൾ വേറെ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കിനകത്ത് ഇട്ടാൽ പോലും നമുക്ക് മൊത്തത്തിൽ ജാമായി പോകും. ഓക്കെ, അത് വെച്ച് സെൻസ് ചെയ്താൽ ഓക്കെ. വേറെ ഡ്യൂപ്ലിക്കേറ്റ് കീ ഇതേ രീതി ഉണ്ടാക്കി നമ്മൾ കാറിലൊക്കെ കാണുന്ന ടെക്നോളജി പോലെ മൊത്തത്തിൽ ഇതായിരിക്കും. അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് വരുന്നുണ്ട്. എൻ്റെ ക്ലച്ചും ബ്രേക്ക് അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത്. സ്ലൈഡേഴ്സ് വരുന്നുണ്ട്. രണ്ടാമത് ചെയ്തല്ലേ? ആ ഓക്കെ. ഇതിന് എന്തോ ഈ റേറ്റ് ഒക്കെ സ്ലൈഡേഴ്സിന്? അത്യാവശ്യം ആഫ്റ്റർ മാർക്കറ്റിന് നല്ല റേറ്റ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇന്നത്തെ ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് വെക്കുവാണെങ്കിൽ തന്നെ എക്സോസ്റ്റിന് മാത്രം തന്നെ 1 lakh എടുത്ത് വരുന്നുണ്ട്. മാത്രം തന്നെ സ്ലിപ്പ് ഓൺസിന് 1 lakh വരുന്നുണ്ട്. പിന്നെ ഫുൾ സിസ്റ്റം ആക്കുവാണെങ്കിൽ എൻ്റെ പെൻ പൈപ്പ് നമ്മളിപ്പം ചൂസ് ചെയ്യുന്ന അനുസരിച്ച് നല്ല കമ്പനിയുടെ പെൻ പൈപ്പ് ചൂസ് ചെയ്യുവാണെങ്കിൽ നല്ല റേറ്റ് വരും. 45,000-50,000 റേഞ്ച് തൊട്ട് ഏകദേശം 1.5 ഒക്കെ ആവില്ലേ? ആ റേഞ്ച് വരും. പക്ഷെ അത് വെച്ചാൽ ഭയങ്കര ലൗഡായിരിക്കും. കറക്റ്റ് പ്യുവർ ഇൻലൈൻ ഫോർ സൗണ്ട് കിട്ടും. ബ്രോ ഇതിന്റെ സർവീസ് ഒക്കെ എങ്ങനെയാ? സർവീസ് കാവാസാക്കി തന്നെ ചെയ്യുന്നത്. ഇവിടെ ആകെ കൊച്ചി മാത്രമേ ഷോപ്പുള്ളൂ. സർവീസ് ഇപ്പം നമ്മൾ ജസ്റ്റ് എയർ ഫിൽട്ടർ, ഓയിൽ ഫിൽട്ടർ, പിന്നെ ഈ കൂളന്റ് ചെക്ക് ചെയ്ത് വിടുമ്പോഴത്തേക്ക് ഒരു 9,000-10,000 റേഞ്ച് വരും. ലേബറാണ് മെയിൻലി വരുന്നത്. മെയിനായിട്ട് പാർട്സിന്റെ ഒക്കെ അവൈലബിലിറ്റി ഒക്കെ എങ്ങനെയുണ്ട്? പാർട്സ് അവൈലബിലിറ്റി വെച്ചപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ കൊണ്ട് ഷോറൂമിൽ കൊണ്ട് കാണിക്കണം. അവരത് ചെക്ക് ചെയ്യും. പിന്നെ സാധനം പോയിട്ടുണ്ടെങ്കിൽ അവർ ആ പാർട്ട് ഓർഡർ ചെയ്ത് അവർ 20 days ടൈമാണ് പറയുന്നത്. അതിനുള്ളിൽ അവർ ഇമ്പോർട്ട് ചെയ്ത് വരുത്തി. ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് എടുക്കല്ലേ ഇമ്പോർട്ട് ചെയ്ത് വരുത്തി. പാർട്സിന്റെ റേറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? അത്യാവശ്യം അഫോർഡബിൾ ആണ്. നല്ല റേറ്റ് ഉണ്ട്. ഹെഡ്ലൈറ്റിന് മാത്രം 1.3 വരുന്നുണ്ട്. 1,17,000 രൂപയുണ്ട്. ഇമ്പോർട്ടഡ് ആയിട്ടെല്ലാം ജാപ്പനീസ് ഇത് വരുന്നതുകൊണ്ട് നല്ല റേറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ടാക്സും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നല്ല റേറ്റ് വരുന്നുണ്ട്. ഇതിന്റെ ഒരു സ്റ്റാർട്ടറിലെ ഒരു ഇതുണ്ടായിരുന്നു. അത് വാറന്റി പീരീഡിലായിരുന്നെങ്കിൽ പോലും റേറ്റ് അല്ലാതെ ഇപ്പം 18,000 വരെ സ്റ്റാർട്ടറില്ലേ. 18,000 വാറന്റി പീരീഡ് ഉള്ള സാധനങ്ങളൊക്കെ മാറിത്തരും. വാറന്റി ഉള്ളതൊക്കെ നമ്മൾ മാറണമല്ലേ? ഇതിന്റെ വാറന്റി ഒക്കെ എങ്ങനെയാ വരുന്നത്? വാറന്റി 2 year വാറന്റി. 2 year. വണ്ടിയുടെ വാറന്റി വരുന്നതൊക്കെ 2 years വാറന്റി കമ്പനി കൊടുക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ ഈ ഇങ്ങനെ കാവാസാക്കി വെഹിക്കിൾ ഏത് നോക്കുവാണെങ്കിലും അത് ഈ ജാപ്പനീസ് ടെക്നോളജി ഭയങ്കരമായിട്ട് ഒരു ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. അതിനകത്ത് ഇൻലൈൻ 4 വണ്ടികളിലൊന്നും എഞ്ചിൻ സൈഡ് ഒരു കംപ്ലൈന്റും അങ്ങനെ വരുത്തില്ല. മെയിൻ സർവീസുകളില്ല. എല്ലാം 6,000 കിലോമീറ്റർ കറക്റ്റ് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ സീനൊന്നുമില്ല. എഞ്ചിൻ സൈഡ് നമ്മളെ ഒരിക്കലും ചതിക്കുന്ന ഒരു പണിയായിരുന്ന ഒരു വണ്ടിയാണ്. അല്ല പിന്നെ ഇന്നത്തെ ആകെ അതിപ്പോ നമ്മള് ജാപ്പനീസ് ഏത് നോക്കിയാലും റിഫൈൻഡ് ആയിട്ടുള്ള ഒരു വീണ്ടും കണ്ടുവരുന്ന പ്രശ്നം വെച്ചാൽ ഈ C900 C800 കണ്ടുവരുന്നുണ്ട്. ഈ C800 മെയിൻലി കണ്ടുവരുന്നത് ഈ ഇടുമ്പോഴത്തേക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വരും. ഓക്കെ, അതൊന്ന് ജസ്റ്റ് മുകളിലോട്ട് പുള്ളി ചെയ്തിട്ട് ചില വണ്ടികൾ പ്രശ്നം വരുന്നുണ്ട്. പിന്നെ ടൈമിംഗ് ചെയ്യാൻ ടെൻഷനറിന്റെ അവിടെ കുറച്ച് ടെൻഷനർ ലൂസ് ആകുമ്പോൾ സൗണ്ട്. ഓക്കെ ബ്രേക്ക് പാഡ് ഒക്കെ മാറി. ബ്രേക്ക് പാഡ് മാറും. ബ്രേക്ക് പാഡ് ഒക്കെ പോസ്റ്റ്. നമ്മളിപ്പം വണ്ടി എത്ര വില കൊടുത്ത് എടുക്കും നമ്മൾ ആ രീതി മെയിൻറ്റെയിൻ ചെയ്താൽ. ഓക്കെ. ഫ്രണ്ട് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ആയിരുന്നു. ഫ്രണ്ട് അഡ്ജസ്റ്റബിൾ അല്ല, ബാക്ക് അഡ്ജസ്റ്റബിൾ ആയി. ഈ അഡ്ജസ്റ്റബിൾ ഇപ്പോൾ ഒരു ഇത് കണ്ടോ, ഇത് നമ്മൾ തിരിക്കുന്നതിനനുസരിച്ച് ഇതിന്റെ ടെമ്പർ കൂടും. അപ്പം ഇതിപ്പോൾ സോഫ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഇത് കിട്ടും. സസ്പെൻഷൻ സോഫ്റ്റ് ആക്കാൻ പറ്റും, ഹാർഡ് ആക്കാൻ പറ്റും. ഹാർഡ് ആക്കുമ്പോഴേക്ക് നമ്മൾ നല്ലൊരു കട്ടിലൊക്കെ ചാടുവാണ് വണ്ടി അനങ്ങത്തില്ല. നല്ല ഒരു അഡ്വഞ്ചർ ബൈക്കിന്റെ ഒരു ഫീലൊക്കെ. എന്നുവെച്ചാൽ അഡ്വഞ്ചർ ബൈക്ക് വല്ല നല്ലൊരു ട്രാവൽ കിട്ടുമെന്നല്ല, എന്നാലും ആ ഒരു ഡിഫറൻസ് ഞാൻ പറഞ്ഞു തന്നെ. ഇത് USB 4 വരുന്നുണ്ട് ഓൾറെഡി. അത് ഒരു ഒട്ടുമിക്ക സൂപ്പർ ബൈക്സിനെല്ലാം വരുന്നുണ്ട്. ബ്രോ ബ്രേക്ക് പാഡ്സ് ഒക്കെ ഏതിൻ്റെ യൂസ് ചെയ്യുന്നത്? ബ്രേക്ക് പാഡ് ഞാൻ കമ്പനിയുടെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഫീഡ്ബാക്ക് ഒക്കെ എങ്ങനെയുണ്ട്? നൈസാണോ? അല്ല, ബ്രേക്ക് പാഡ്സിന്റെ ഒക്കെ നല്ല റേറ്റ് വരുന്നുണ്ട്. ചെയിനും സ്പ്രോക്കറ്റും മാറി വരുമ്പോഴത്തേക്ക് ഒരു അത്രയും വരുന്നുണ്ടല്ലേ? ബ്രേക്ക് പാഡ്സും നല്ലൊരു റേഞ്ച് വരും. ഓക്കെ. ഒരു ഫ്രണ്ടും ബാക്കും കൂടെ ഫ്രണ്ടിന് 2 കാലിപ്പറാണ്. സ്റ്റാൻഡ് 2 സൈഡ് മാറണം. ഫ്രണ്ട് മാറുമ്പോൾ ഒരുമിച്ച് മാറണമല്ലോ. പിന്നെ ബാക്കും കൂടെ മാറി വരുമ്പോഴേക്കും നല്ല റേറ്റ് വരുന്നുണ്ട്. ഗൈസ്, മെയ്സോണ്ട് നടക്കാൻ അത്യാവശ്യം ചിലവുണ്ട്. ഞാൻ നേരത്തെ വണ്ടികളൊക്കെ കാണിച്ചപ്പോൾ ഈ ഒരു സാധനം കാണിക്കാൻ മറന്നുപോയി കേട്ടോ. കണ്ടില്ലേ, കുട്ടി ബൈക്ക് നൈസായിട്ടുണ്ട് കേട്ടോ. ഇതൊരു 50cc വരുന്ന ഒരു വണ്ടിയാണ്.
ഇത് ഏകദേശം 2 ലക്ഷം രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് ഏകദേശം 4 മണിക്കൂർ എന്തോ ഓടിയ വണ്ടിയാണ്. ഇത് മണിക്കൂർ കണക്കാണ് ഇത് കണക്ക് കൂട്ടുന്നത്. അല്ലാതെ പിന്നെ കണക്കൂട്ടാനായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല, മീറ്റേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏകദേശം 2 ലക്ഷം രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് ഇമ്പോർട്ടഡായി വണ്ടി. ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ഈ ചെറിയൊരു വീഡിയോ. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണോട് നിൽക്കുക. ഓക്കെ, ബൈ.